ജിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ വളർച്ച നമ്മൾ എല്ലാവരും നോക്കി കണ്ടതാണ്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് തന്നെയാണ്. നമുക്കറിയാം അവർ കുറച്ച് ലോ പ്രൈസിൽ ആദ്യമൊക്കെ നെറ്റ് കൊടുത്തിരുന്നെങ്കിലും പക്ഷെ അവരുടെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് അത് കൊടുക്കാൻ സാധിച്ചിട്ടുള്ള ആ ടെക്നോളജിയാണ്. എപ്പോഴും ഒരു ടെക്നോളജി മാറുന്നതിനനുസരിച്ച് ആളുകളും ഫ്രീക്വന്റ്ലി മാറിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ ജിയോ എന്ന് പറയുന്നത്. മറ്റു കമ്പനി തരുന്ന രീതിയേക്കാൾ നല്ല രീതിയിൽ ഇന്റർനെറ്റ് നമ്മുടെ ജിയോയ്ക്ക് തരാൻ സാധിച്ചു. അതുകൊണ്ട് എല്ലാവിധ ഉപഭോക്താക്കൾ ജിയോയിലേക്ക് അട്രാക്റ്റഡ് ആയി മാറി. അപ്പോൾ ആ ഒരു ഇന്റർനെറ്റ് റവല്യൂഷനിലാണ് ഇന്ത്യയുടെ ഇന്റർനെറ്റ് യുഗം തന്നെ മാറി പറഞ്ഞതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനേക്കാളും വലിയ ഇന്റർനെറ്റ് റവല്യൂഷനാണ് ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതിന് മെയിൻ കാരണം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർടെൽ എന്ന് പറഞ്ഞ കമ്പനി OneWeb എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 45% ഷെയർ ആണ് അവർ മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിയൊരു റവല്യൂഷൻ തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അടിയിൽ തീർച്ചയായും രേഖപ്പെടുത്തുക, കാരണം അത് വിലപ്പെട്ടതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനേക്കാൾ മുമ്പ് OneWeb എന്ന് പറഞ്ഞ കമ്പനി മുമ്പ് ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പേരിട്ടിരുന്നത് വേൾഡ് VU എന്നായിരുന്നു പേരിട്ടായിരുന്നത്. പക്ഷേ ആ ഒരു കമ്പനി വളരെ രീതിയിൽ നഷ്ടത്തിലേക്ക് പോവുകയും അതിനുശേഷം നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ എയർടെലും ഈ കമ്പനിയെ മേടിക്കുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലും 45% ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ എയർടെലിൻ്റെ കയ്യിലും 45% ഷെയർ ഉണ്ട്. ആ ഒരു കമ്പനിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്സ് ആണ്. ഈ ഒരു സാറ്റലൈറ്റ്സിൻ്റെ ബഞ്ച് ഓഫ് ഗ്രൂപ്പ്സ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രോഡ്ബാൻഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് നമുക്ക് എല്ലാ പ്ലേസിലേക്കും കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് നല്ല രീതിയിൽ അവിടെ നെറ്റ് കണക്ഷൻ കിട്ടും. പക്ഷേ അതേ സ്ഥാനത്ത് ആ ആൾ വില്ലേജിലേക്ക് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിൽ ആക്സസ് കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനികൾ ഇതുവരെ വില്ലേജിലേക്ക് അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. മെട്രോ സിറ്റീസ് അതുപോലെ നല്ല നല്ല സിറ്റീസിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് സഹാറ മരുഭൂമിയിൽ വരെ ഇന്റർനെറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? സത്യം, ഈ സംഭവം കിട്ടും. എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഞ്ച് ഓഫ് സാറ്റലൈറ്റ്സ് ഇങ്ങനെ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ 78 ആക്റ്റീവ് സാറ്റലൈറ്റ്സ് ഇപ്പോൾ ഭൂമിയെ ലോ എർത്ത് ഓർബിറ്റിൽ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ISR ആയിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് അതിൽ ഏറ്റവും വലിയൊരു യൂണീക്നെസ് ആയിട്ട് വരുന്നത്. നമ്മളെല്ലാവരും കുറച്ച് നാൾ മുമ്പ് കണ്ടൊരു സംഭവമാണ് ഇൻസ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിന്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ISROയും ചേർന്നിട്ട് രൂപകൽപ്പന ചെയ്തു. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ സ്പേസിലേക്ക് നമ്മുടെ ലോക്കലായിട്ടുള്ള കമ്പനീസിനെ വളരെ രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ, ബൂസ്റ്റപ്പ് ചെയ്യാൻ. അതായത് നമ്മുടെ അമേരിക്കയൊക്കെ നോക്കുകയാണെങ്കിൽ സ്പേസ് എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ രീതിയിലേക്ക് ഇന്ത്യയുടെ കമ്പനികളും വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഘടനയെ രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ അധികം ഗ്രൂപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റ്സ് നമ്മുടെ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സാറ്റലൈറ്റ്സിനും ഒരേ ടൈമിൽ തന്നെ ഒരു 3-4 സാറ്റലൈറ്റ്സിന് ഒരേ ടൈമിൽ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് നമ്മുടെ ഈ ബ്രോഡ്ബാൻഡിൽ കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് നമുക്ക് കിട്ടുന്നത് നിസ്സംശയമായിട്ട് പറയാൻ സാധിക്കും. 650 സാറ്റലൈറ്റ്സ് ആണ് നമ്മുടെ 2020-2021 കാലഘട്ടത്തിൽ നമ്മുടെ എയർടെൽ ആയാലും ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയാലും ചേർന്നിട്ടുള്ള ഈ ഒരു കമ്പനി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കും, ഇൻ്റർനെറ്റ് റവല്യൂഷൻ തന്നെയായിരിക്കും വരാൻ പോകണമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത് നിങ്ങളെ അറിയിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇറ്റ്സ് മീ കോറൽ സൈനിങ് ഓഫ്.